തൃശൂർ കാലടിയിലാണ് ക്ഷേത്രത്തിന് നേരെ കാട്ടാന ആക്രമണം. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്ത തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. ആനകൾ ശ്രീകോവിലിന്റെ കട്ടിളയും തൊട്ടടുത്ത ഓഫീസിന്റെ വാതിലും തകർത്ത് സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ്. ഇതുമാതിരി ഒരു തെങ്ങൊക്കെ ആദ്യം മറിച്ചാണെന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിപ്പോൾ ശ്രീകോവിലിൻ്റെ കട്ടില വരെ തൊട്ടടുത്ത ഓഫീസിൽ ഉള്ള ഗ്യാസും കുറ്റി, അടുപ്പ് എന്ന് വേണ്ട ഓഫീസ് മൊത്തം നശിപ്പിച്ച് 2 ഡോറും തകർന്നത്, എല്ലാ ശ്രീകോവിലിൻ്റെ കോവിൽ തകർത്തു, എല്ലാ കാര്യങ്ങളും മൊത്തം നശിപ്പിച്ചു. പിന്നെ തൊട്ടടുത്ത് തന്നെ TSR ഫാക്ടറിന് തൊട്ടടുത്ത് തന്നെയുള്ള ക്വാർട്ടേഴ്സ്, അമ്പലത്തിന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സുകൾ മൊത്തം 2-3 പ്രാവശ്യം പൊളിക്കണേ. എങ്കിലും ഇപ്പോൾ വീണ്ടും അത് ഒരു സംവിധാനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. അത് ഇതിന് എത്രയുമേ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും. യെസ്, നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, കാലടി ക്ഷേത്രത്തിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. എന്താണ് ഇത് സംബന്ധിച്ച് നാട്ടുകാർ പറയുന്നത്? സൈഫുദ്ദീൻ, ഇത് അതിരപ്പള്ളിയിലാണ് ഈ ആക്രമണമുള്ളത്. അതിരപ്പള്ളി എറണാകുളം ഭാഗത്തെ അതിർത്തിയിലുള്ള വനമേഖലയിലുള്ള കാലടി പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്ത തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ മാസവും ഇവിടെ ഒരു പള്ളിയിൽ കാട്ടാന ആക്രമണം നടത്തിയിരുന്നു. ആനകളാണ് എത്തിയത്. ഒരു സംഘം ആനകളായിരുന്നു. ശ്രീകോവിലിന്റെ കട്ടിളയും തൊട്ടടുത്ത ഓഫീസിന്റെ വാതിലും ഒക്കെ തന്നെ തകർത്ത് സാധനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള രാജേന്ദ്രൻ, ഷാജി എന്നിവരുടെ ക്വാർട്ടേഴ്സുകളും പൊളിച്ചിട്ടുണ്ട്. ഇത് പൊളിച്ചകത്ത് കയറിയ ആനക്കൂട്ടം വീട്ടിലെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. കാട്ടാന ഭീഷണി നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ TSR ക്വാർട്ടേഴ്സ് എന്ന സ്ഥലം. 1 മാസം മുമ്പും ഈ പ്രദേശത്തുള്ളൊരു പള്ളിയിലേക്ക് കാട്ടാനക്കൂട്ടം വലിയ ആക്രമണം നടത്തിയിരുന്നു. നേരത്തെയും ഈ ഭാഗത്ത് ഇത്തരം ആക്രമണം സ്ഥിരമായതിനെ തുടർന്ന് 60ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട്. ഇത്തരം സ്വൈരമില്ലാത്തൊരു ജീവിതം തുടരുന്നതിൽ ആശങ്ക അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശത്തേക്ക് ആന വരുന്നത് തടയാൻ ഇതുവരെയുള്ള ഒരു ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലം കണ്ടെത്തില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ശരി, നട്രാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.